അനുഭവമുള്ളൂ അല്ലേ? കാണുക, ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധം. ഇതിനെയാണ് പഞ്ചെന്ന് പറഞ്ഞാൽ 5 അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഈ 5 അനുഭവങ്ങൾ എവിടെ നിന്ന് വന്നു? പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ശബ്ദം ബന്ധപ്പെട്ടിരിക്കുന്നത് ആകാശമായിട്ടാണ്. എവിടെ സ്പേസ് ഉണ്ടോ അവിടെ ശബ്ദമുണ്ട്. എനിക്ക് ഇവിടെ സ്പേസ് ഇല്ലെങ്കിൽ എനിക്ക് ശബ്ദം ഉണ്ടാക്കാൻ സാധ്യമല്ല. ഇപ്പം ശബ്ദത്തിന് എന്ത് വേണം? സ്പേസ് വേണം. ചലനമുണ്ടെങ്കിൽ, വായുവിൽ ചലനമുണ്ടെങ്കിൽ എന്തുള്ളൂ? നിങ്ങൾക്ക് തണുപ്പ് എന്നുള്ളൊരു അനുഭവം ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ തണുപ്പ് ആ ശരീരത്തിലെ ഇന്ദ്രിയത്തോട് ചേരുമ്പോഴാണ് നിങ്ങൾക്ക് തണുപ്പെന്നൊരു അനുഭവം അല്ലേ? അവിടെ ഒരു ചലനമുണ്ട്, വായുവിൻ്റെ ഒരു ചലനമുണ്ട്. വായുവിൻ്റെ ചലനം വേണം, അതിൽ നിന്നാണ് സ്പർശം വരുന്നത്. രൂപം വരണമെങ്കിൽ അഗ്നിയിലൂടെ മാത്രമേ രൂപം വരികയുള്ളൂ. അഗ്നിയിലേ രൂപമില്ല. ഏത് രൂപത്തിൻ്റെയും പിന്നിൽ അഗ്നിദേവനാണ്. അപ്പോൾ ശബ്ദം ആകാശവുമായി ബന്ധപ്പെട്ടിരിക്കണോ, സ്പർശം വായുവുമായി ബന്ധപ്പെട്ടിരിക്കണോ, രൂപം അഗ്നിയുമായി ബന്ധപ്പെട്ടിരിക്കണം. ഈ സ്പർശത്തിൻ്റെയൊക്കെ കഥ പറയുമ്പോഴേ അത് നമ്മുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. നല്ല ചൂടുള്ള ഒരു സമയം നിങ്ങൾ നടക്കണോ, പുറത്ത് എന്തോ സാധനം മേടിക്കാൻ വേണ്ടി പോയി, എന്നിട്ട് ആ വീട്ടിൽ വന്ന് അങ്ങോട്ട് ഫാൻ ഇട്ടിട്ട് താഴെ അങ്ങോട്ട് നിൽക്കുമ്പോണ്ടല്ലോ, ആ സ്പർശത്തിൻ്റെ ഒരു ശക്തി. കാരണം നേരത്തെ ആ ചൂടിൻ്റെ ശക്തി കൊണ്ട് ആകെ ഇങ്ങനെ പൊരിഞ്ഞിരിക്കുകയായിരുന്നു. അതിലങ്ങനെ ആകെ വേർത്ത് കുളിച്ചിരിക്കുന്ന സമയത്ത് ആ തണുത്ത ഒരു കാറ്റങ്ങോട്ട് തട്ടുമ്പോണ്ടല്ലോ, മുഖത്ത് നോക്കുമ്പോൾ എന്തൊരു വികാസം. ഇപ്പം സ്പർശത്തിൻ്റെ സുഖം. രൂപം. ഇനി രസമറിയണമെങ്കിൽ എന്ത് വേണം? വെള്ളത്തിലൂടെ മാത്രമേ എന്തനുഭവിക്കാൻ പറ്റുള്ളൂ? രസം അനുഭവിക്കാൻ പറ്റുള്ളൂ. ഘ്രാണം അത് ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്. സ്ഥൂല വസ്തുക്കളിൽ നിന്ന് മാത്രമേ എന്തറിയാൻ പറ്റുള്ളൂ? ഘ്രാണം അറിയാൻ സാധിക്കുകയുള്ളൂ. ഘ്രാണം അനുഭവം എന്താണ്? മണക്ക്, വാസന എന്നുള്ളത്. അപ്പം ഇങ്ങനെ 5 പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് 5 അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഏതെല്ലാം? ആകാശത്തിൽ നിന്ന് ശബ്ദം, വായുവിൽ നിന്ന് സ്പർശം, അഗ്നിയിൽ നിന്ന് രൂപം, ജലത്തിൽ നിന്ന് രസം, ഭൂമിയിൽ നിന്ന്. ഇനി നമ്മുടെ ശരീരത്തിൽ ഏത് അനുഭവങ്ങൾ ഉള്ളിലേക്ക് വന്നോ അപ്പം നമുക്ക് പ്രതികരിക്കണം. ആ പ്രതികരണത്തിന് വേണ്ടി നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അതേതൊക്കെയാണത്രേ? ആകാശത്തിൽ നിന്ന് വികസിച്ചതാണ് കൈകൾ. അതെങ്ങനെ ആകാശത്തിൽ നിന്ന് വികസിക്കുന്നത്? എപ്രകാരമാണോ ആകാശം വസ്തുക്കൾക്ക് ഇരിക്കാൻ ഇടം കൊടുക്കുന്നത്, അതിനെ നിലനിർത്തുന്നത്, അതുപോലെ നമ്മുടെ കൈകൾക്ക് എടുക്കാനും പിടിച്ചുയർത്താനും താങ്ങി നിർത്താനും ശബ്ദമുണ്ടാക്കാനും ഉള്ള കഴിവുകളൊക്കെ ഏതിനുണ്ട്? കൈകൾക്കുണ്ട്. അതുകൊണ്ട് കൈകൾ വികസിച്ച് വന്നത് ഏതിൽ നിന്നാണത്രേ? ആകാശത്തിൽ നിന്നാണ്. വായുവിൽ നിന്ന് വികസിച്ച് വന്നതാണ്. ഈ ശരീരത്തിന് ചലനം വേണം. വായുവിൻ്റെ ചലനത്തിന് പോലെ ഈ ശരീരത്തിന് ചലനം തരുന്ന ഏത്? കാലുകൾ. അത് ഏതിൽ നിന്ന് വികസിച്ചു വന്നു? വായുവിൽ നിന്ന് വികസിച്ചു വന്നു. അപ്പോൾ വായുവിൽ നിന്ന് കാലുകൾ. ഇനി അഗ്നിയിൽ നിന്ന് വികസിച്ച് വന്നതാണ് അഗ്നി. 2 ശക്തികൾ തമ്മിൽ ചേരുന്ന സമയത്ത് അവിടെ അഗ്നി ഉണ്ടാകുമ്പം അഗ്നിയുടെ കൂടെ എന്തുണ്ടാവുമെന്ന് പറഞ്ഞു? സ്ഫോടനമുണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഘർഷണമുണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു രൂപവും ഉണ്ടാവും. കാർമേഘങ്ങളൊക്കെ കൂട്ടിമുട്ടുമ്പോൾ അഗ്നി മാത്രമാണ് ഉണ്ടാവുന്നത്, ശബ്ദവും ഉണ്ടാവും. അപ്പോൾ ഈ ശബ്ദം എന്ന് പറയുന്ന നമ്മുടെ ശബ്ദമുണ്ടാക്കാനുള്ള ഇന്ദ്രിയം, വോക്കൽ കോഡ്, അത് ഏതിൽ നിന്ന് വന്നതാണ്? അഗ്നിയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് കൂടുതൽ സംസാരിക്കുന്ന സമയത്ത് ശരീരം വേഗം വേർക്കാൻ തുടങ്ങുന്നത്. അഗ്നിയുമായി ബന്ധപ്പെട്ടതാണ് വാക്കുകൾ. ഇനി 4മത്തത്, നമ്മുടെ ശരീരത്തിൽ അമിതമായ വെള്ളം കെട്ടി നിന്നാൽ, അതുപോലെ തന്നെ ഇവിടെ പ്രത്യുൽപാദനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനനേന്ദ്രിയം വേണം. ആ ജനനേന്ദ്രിയം വന്നിരിക്കുന്നത് ഏതിൽ നിന്നാണ്? ജലത്തിൽ നിന്നാണ്. ജലം ഒഴിവാക്കാനും അതുപോലെ തന്നെ പ്രത്യുൽപാദനം ചെയ്തുകൊണ്ട് ഇവിടെ പ്രജകളെ നിലനിർത്താനും വേണ്ടി വന്നതാണത്. പിന്നീട് നമ്മുടെ ശരീരത്തിൽ ഖരവസ്തുക്കൾ കെട്ടിക്കടന്നാൽ അത് പുറത്തേക്ക് കളയണം. ഇപ്പോൾ ഭൂമിയിൽ നിന്നും വികസിച്ചതാണ് ഗുദം എന്ന് പറയുന്നത്. ഇങ്ങനെ എത്ര ഇന്ദ്രിയങ്ങൾ? 5 ഇന്ദ്രിയങ്ങൾ. നേരത്തെ 5 ഇന്ദ്രിയങ്ങൾ പറഞ്ഞു.
അനുഭവങ്ങൾ ഉള്ളിലേക്ക് എത്തിക്കുന്ന ഇന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളെന്നും അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഇന്ദ്രിയങ്ങളെ, കർമ്മം ചെയ്യുന്ന ഇന്ദ്രിയങ്ങളെ കർമ്മേന്ദ്രിയങ്ങളെന്ന് പറയുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ഇന്ദ്രിയങ്ങൾ? ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? ആകാശത്തിൽ നിന്ന് വളരെ സീക്വൻസ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നല്ല മനസ്സിലാവും നിങ്ങൾക്ക്. ആകാശത്തിൽ നിന്ന് ശബ്ദം, ശബ്ദം കേൾക്കാൻ ചെവി, ചെവി നല്ല വാസ്തവത്തിൽ പറയേണ്ടത്, നിങ്ങൾ സ്ഥൂലമായിട്ട് പറയുമ്പോഴും ഉൾക്കൊണ്ടുകൊണ്ട് പറയേണ്ടത് ശ്രവണേന്ദ്രിയം എന്നാണ്. അതായത് ചെവി, പൊട്ടന്മാർക്കും ചെവിയുണ്ട്, അവർക്കെന്താ കേൾക്കാത്തത്? ആ ഇന്ദ്രിയം കേടുവന്നിരിക്കുകയാണ്. അതിനാണല്ലോ അവർ വേറെ ഇന്ദ്രിയം ഫിറ്റ് ചെയ്യണത് അതിൻ്റെ മുകളിൽ. അപ്പോൾ ഇന്ദ്രിയത്തിലൂടെയാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ സ്ഥൂലമായി നിങ്ങൾ പറഞ്ഞോളൂ ചെവി എന്നുള്ളത്. അപ്പോൾ ആകാശം, ശബ്ദം, ശ്രവണേന്ദ്രിയം. അടുത്തത് വായു, സ്പർശം, ത്വകേന്ദ്രിയം. ഈ ത്വകേന്ദ്രിയം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ലെപ്രസി വന്നു കഴിഞ്ഞാലല്ലോ, ലെപ്രസി എന്ന് പറഞ്ഞ രോഗം വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്പർശസുഖം ഉണ്ടാവില്ല അത്രേ. അവർക്ക് എവിടെയാണ് വന്നത് ആ ഭാഗം തൊട്ടാൽ പോലും അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഇന്ദ്രിയം കേടുവന്നുകൊണ്ടാണല്ലോ. അപ്പം ശരീരത്തിൽ എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല നമുക്ക് സ്പർശനം, ആണോ? അപ്പം നമ്മുടെ ശരീരത്തിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള പാർട്ടുകളുണ്ട്, അവിടെ തൊട്ടാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ ആ ഇന്ദ്രിയത്തിൻ്റെ പ്രവർത്തനം എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ അല്ലെങ്കിൽ അപ്പോൾ ആ ഇന്ദ്രിയം തന്നെയാണ് നമുക്ക് അനുഭവം തരുന്നത്. അപ്പോൾ വായു, സ്പർശം, ത്വകേന്ദ്രിയം. അഗ്നി, രൂപം, നേത്രേന്ദ്രിയം. കണ്ണുകളല്ല നമുക്ക് കാഴ്ച തരുന്നത്, അതിനകത്തിരിക്കുന്ന നേത്രേന്ദ്രിയമാണ്. അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കും അത്. നാലാമത്തത് വെള്ളം, വെള്ളത്തിൽ നിന്ന് രസം, അതിൽ നിന്ന് രസനേന്ദ്രിയം. രസനേന്ദ്രിയം എന്നൊക്കെ പറയാൻ കാരണം നാവ് ഡ്രൈ ആയി കഴിഞ്ഞാൽ, ആ ഇന്ദ്രിയം കേടുവന്നു കഴിഞ്ഞാൽ, ഈവൻ നമുക്കറിയാം പനി പിടിച്ചാൽ പോലും ആ ഇന്ദ്രിയം വർക്ക് ചെയ്യില്ല. നല്ല പനി പിടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പാൽപ്പായസം തന്നാൽ പോലും നിങ്ങൾ പറയും വല്ലാതെ കയ്പുണ്ടെന്ന്, അല്ലേ? പറയാറില്ലേ? അപ്പം ആ ഇന്ദ്രിയത്തിന് കേടുപറ്റിയാൽ അറിയാം നമുക്ക് അനുഭവം വ്യത്യാസമാണെന്നുള്ളത്. അഞ്ചാമത്തത് ഭൂമി, ഭൂമിയിൽ നിന്ന് ഘ്രാണം, അതിൽ നിന്ന് വന്നിരിക്കുന്ന ഘ്രാണേന്ദ്രിയം. അതാണ് നമ്മുടെ മൂക്കുകളിലൂടെ ഉള്ളത്. ഇതാണ് ഒരു വശത്ത് സെറ്റ്. ഇനി അടുത്തത് ആകാശത്തിൽ നിന്നുണ്ടായത് കൈകൾ, അത് എടുക്കാനും പിടിക്കാനും കൊടുക്കാനും സാധിക്കുന്ന സാധനം കൈകൾ. വായുവിൽ നിന്നുണ്ടായത് കാലുകൾ, അത് ചലനമുള്ളത്. അഗ്നിയിൽ നിന്നുണ്ടായത് ശബ്ദേന്ദ്രിയം, അത് ശബ്ദമുണ്ടാക്കാൻ സാധിക്കും. ജലത്തിൽ നിന്നുണ്ടായത് ജനനേന്ദ്രിയം, അതിന് ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പുറത്തേക്ക് കളയാനും സാധിക്കും, പ്രജകളെ നിലനിർത്താനും സാധിക്കും. അഞ്ചാമത്തത് ഭൂമിയിൽ നിന്ന് മലത്തെ വിസർജിക്കാനുള്ള ഗുദം എന്ന് പറയുന്ന ഇന്ദ്രിയം. എത്രയേ? 5 പഞ്ചഭൂതം, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. ഞാൻ ഇവിടെ നിന്ന് ഒരു ചെറിയ വ്യത്യാസം വരുത്തുകയാണ് കാപിലിയോപാഖ്യാനത്തിൽ നിന്ന്. കാരണം നമുക്ക് ഏകാദശ സ്കന്ധം കൂടി ഘടിപ്പിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെറിയൊരു വ്യത്യാസത്തിൽ വരുത്തുന്നുണ്ട്. ഇവിടെ പഞ്ചഭൂതങ്ങൾ, അനുഭവങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊന്നുകൂടി അതിലേക്ക് കൊണ്ടുവരാം. പഞ്ചപ്രാണന്മാർ. നമ്മൾ ശ്വസിക്കുന്ന വായു ഉണ്ടല്ലോ, അത് 5ആയി ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളെ ഇന്നത്തെ മെഡിക്കൽ സയൻസും ആധ്യാത്മിക ശാസ്ത്രവും വലിയ അന്തരത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ ശരീരത്തിന് എനർജി തരുന്നത് പ്രധാനപ്പെട്ട 2 സാധനമാണ്. 1 പ്രാണനും 2 മനസ്സുമാണ്. വാസ്തവത്തിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, വയറല്ല അത് ദഹിപ്പിക്കുന്നത്. അത് ദഹിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ ഈ ഭൗതികമായ ശാസ്ത്രം വികസിക്കുന്നതിന് മുമ്പ് തന്നെ ഗീതയിൽ ഭഗവാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതാം പ്രാണാപാനസമായുക്ത പചാമ്യന്നം ചതുർവിധം. അഹം പചാമി. ആരാ ദഹിപ്പിക്കുന്നത്? വയറല്ല. ആരാ ദഹിപ്പിക്കുന്നത്? അഹം. അഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാൻ. ഞാൻ ദഹിപ്പിക്കുന്നു. അന്നം ചതുർവിധം, 4 വിധത്തിലുള്ള അന്നം ഞാൻ ദഹിപ്പിക്കുന്നു. അപ്പം ഭഗവാൻ അന്നേ അറിയാം നമ്മളൊക്കെ 4 വിധത്തിലുള്ള അന്ന കഴിക്കുക എന്ന്. ഏതൊക്കെയാണ് അത്രയും 4 വിധത്തിലുള്ള അന്നം? 1 വെജിറ്റേറിയൻ ആണോ? ഈ തരത്തിലുള്ളല്ല. നമ്മുടെ ഭക്ഷണം 4 വിധത്തിലേ ഉള്ളൂ. 1 ചവച്ചരച്ച് കഴിക്കുന്നത്, ഖരവസ്തുക്കൾ. രണ്ടാമത്തത് ലിക്വിഡായിട്ടുള്ളത്, വെള്ളം. അപ്പോൾ 2 എണ്ണമായി. മൂന്നാമത്തത്
പുളിയിഞ്ചി, അച്ചാറ് അതിങ്ങനെ ഉരുട്ടി കഴിക്കില്ലല്ലോ, തൊട്ട് നാവിൽ വെച്ച് കഴിക്കുന്നത്. വേറെ ചിലത് മുരിങ്ങക്കായൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? വലിച്ചു കുടിക്കുന്ന ടൈപ്പ്. പണ്ടൊക്കെ മാങ്ങയൊന്നും ചെത്തിക്കഴിക്കണ ഏർപ്പാടില്ലേ, കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ വലിച്ചു കുടിക്കുന്ന സാധനങ്ങൾ. അങ്ങനെ ഒന്ന് വലിച്ചു കുടിക്കുന്നത്, ഒന്ന് തൊട്ട് നാവിൽ വെക്കുന്നത്, ചവച്ചരയ്ക്കുന്നത്, കുടിക്കുന്നത്. ഈ 4 തരത്തിലുള്ള അന്നത്തെ ഭഗവാൻ പറയണു അഹം, ഞാനാണ് ദഹിപ്പിക്കുന്നത്. ഗുരുവായൂരപ്പ അങ്ങ് ഏത് രൂപത്തിലാണ് ദഹിപ്പിക്കുന്നത്? അഹം വൈശ്വാനരോ. വൈശ്വാനരൻ എന്നുള്ള പേരിലാണ്. ആരാ ഈ വൈശ്വാനരൻ? പ്രാണാപാന സമായുക്തൻ. ഞാൻ പ്രാണനായിരുന്നു കൊണ്ട്, പ്രാണാപാന സമായുക്തനായിരുന്നു കൊണ്ട് ദഹിപ്പിക്കുന്നു. അപ്പം നിങ്ങളുടെ ഭക്ഷണം ആരാ ദഹിപ്പിക്കുന്നത്? പ്രാണവായുവാണ് ദഹിപ്പിക്കുന്നത്. അപ്പം പ്രാണനുള്ള ഭക്ഷണം കഴിച്ചാലേ ശരീരത്തിന് പ്രാണനുണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം നമ്മുടെ പൂർവികന്മാരുണ്ടല്ലോ ഈ കുക്ക് ചെയ്ത ഭക്ഷണത്തിനേക്കാൾ കുക്ക് ചെയ്യാത്ത ഭക്ഷണം അതിന് പ്രാധാന്യം കൊടുത്തത്. അതാണ് ഈ നേച്ചുറോപ്പതിയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ കാരണം. ഇപ്പം നമ്മുടെയൊക്കെ ഭക്ഷണത്തിലുണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ അങ്ങനെ പരിശീലിപ്പിച്ചെടുക്കണം. നമ്മൾ ഈ വേവിച്ച് കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് കുറേ നമ്മുടെ ഫാറ്റ് കൂട്ടാന്നല്ലാതെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ പറ്റില്ല. ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ അത് മുഴുവൻ കുക്ക് ചെയ്യപ്പെടരുത്. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ 3 തരം ഭക്ഷണത്തെക്കുറിച്ച് പറയും. സാത്വികാഹാരം, രാജസികാഹാരം, താമസികാഹാരം. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ അത് താമസം തന്നെയാണ്. താമസം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതും താമസമാണ്. പിന്നെ അത് ചില വീടുകളിലൊക്കെ ചെന്നാൽ നമ്മൾ തന്നെ പെട്ടുപോകും. ശരീരത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് ഒന്ന് പ്രാണനും 2 മനസ്സിനുമാണ്. കാരണം എന്താണ്? ഈ ശരീരത്തിൻ്റെ ആരോഗ്യം മുഴുവൻ നിശ്ചയിക്കുന്നത് പ്രാണനും മനസ്സുമാണ്. പ്രാണനും മനസ്സും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. പ്രാണൻ ഡിസ്റ്റേബ്ഡ് ആയാൽ മനസ്സ് ഡിസ്റ്റേബ്ഡായി, മനസ്സ് ഡിസ്റ്റേബ്ഡ് ആയാൽ പ്രാണൻ ഡിസ്റ്റേബ്ഡായി. നിങ്ങളുടെ സ്വന്തം അനുഭവം എടുത്ത് നോക്കൂ. നിങ്ങളുടെ മനസ്സിൽ ഭയം വന്നു വിചാരിക്കുക, നിങ്ങളുടെ ബ്രീത്തിങ് എങ്ങനെയായിരിക്കും? വളരെ ഫാസ്റ്റായിരിക്കുമോ? വളരെ ഫാസ്റ്റായിരിക്കും. ഇനി നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രീത്തിങ് എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് വല്ല അസുഖങ്ങളും വന്നു ശരീരത്തിൽ, അപ്പം നിങ്ങളുടെ ബ്രീത്തിങ് എങ്ങനെയായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഡിസ്റ്റേബ്ഡ് ആയിരിക്കില്ലേ? ഡിസ്റ്റേബ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ പ്രാണൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരെ ബാധിക്കുന്നുണ്ട്? മനസ്സിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് രമണ മഹർഷി പറഞ്ഞു, ഒരു നാണയത്തിൻ്റെ 2 വശം എന്നതുപോലെയാണ് പ്രാണനും മനസ്സും. അതുകൊണ്ടാണ് ഋഷീശ്വരന്മാർ പ്രാണായാമത്തിലൂടെ മനസ്സിനെ പിടിക്കാം എന്നുള്ള ആ ഒരു കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തു പോയത്, പ്രാണായാമത്തിന് പ്രാധാന്യം കൊടുത്തത്. പല ആചാര്യന്മാരുണ്ടല്ലോ പ്രാണായാമത്തിന് പ്രാധാന്യം കൊടുക്കാൻ കാരണം അതിലൂടെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ സാധിക്കും, അതിലൂടെ ശരീരത്തെയും ശക്തിപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ പ്രാണനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ വകഭേദങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ 2 ശക്തി സ്രോതസ്സുകളാണ് പ്രാണനും മനസ്സും. ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് അഭ്യസിച്ച് നോക്കൂ. ദിവസം ഒരു 10 മിനിറ്റ് നേരം നിങ്ങൾ പ്രാണായാമം ചെയ്ത് നോക്കൂ. വെറുതെ പ്രാണായാമം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെ പിടിക്കാനൊന്നും പോകണ്ട. അറിയാതെ കുറച്ച് ദീർഘമായി ശ്വാസം എടുക്കുക, ഉള്ളിലുള്ള ശ്വാസത്തെ മുഴുവൻ പുറത്തു വിടുക. നിങ്ങളിവിടെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് ശാന്തമാവുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? ആ മനസ്സിനെ ശാന്തമാക്കാൻ പ്രാണന് സാധിക്കും. പക്ഷേ അങ്ങനെയുള്ള ശാന്തതയല്ല നമുക്ക് വേണ്ടത്. കാരണം അത് ഏതുപോലെയാണ്? ആ മനസ്സിനെ നമ്മൾ തൽക്കാലം ശാന്തമാക്കിയാലും അതിലുള്ള വിചാരങ്ങളൊന്നും കെട്ടടങ്ങില്ല, അതിലുള്ള വാസനകളൊന്നും കെട്ടടങ്ങില്ല. ആ വാസനകളൊക്കെ അപ്പോഴും അതിൽ തന്നെ ഉണ്ടാവും. ഒരിക്കലും ഒരു ആശ്രമത്തിൽ ഒരു മഹർഷി വര്യൻ, അദ്ദേഹം മഹാത്മാവ് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. അവിടെ പല ജീവജാലങ്ങളും ആ മഹർഷിയുടെ കൂടെ അങ്ങനെ കൂടിയിട്ടുണ്ട്, പൂച്ചയും പട്ടിയും പലതുമായിട്ട്. അതേ ഒന്നിനും കൊല്ലില്ല, അങ്ങനെയുള്ളൊരു മഹാത്മാവ്. അപ്പം അവിടെ ആശ്രമത്തിൽ വളരെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റിയ ഒരു എലിക്കുട്ടിയുണ്ട്. അത് അതിലിതിലേക്ക് നടക്കും, ഈ സ്വാമിയുടെ മടി കയറിയിരിക്കും. സ്വാമി അതിനൊന്നും ചെയ്യില്ല, അതിനെന്തേ പഴമൊക്കെ കൊടുക്കുകയും ചെയ്യും. ഒരു ഭയം ഇല്ലാത്തൊരു സ്ഥലം. പക്ഷേ ഈ എലിക്കൊരു പേടി, പൂച്ച തന്നെ പിടിക്കുമോ എന്നൊരു പേടി. പൂച്ചയെ കണ്ട അപ്പോഴേക്കും ഈ സ്വാമിയുടെ അടുത്ത് വന്നു മടി കയറിയിരുന്നു. അപ്പോൾ ഈ പൂച്ചയെ കാണുമ്പോൾ പേടിക്കുന്നത് കണ്ടപ്പോൾ ഈ സന്യാസി എലിയുടെ കണ്ണിലേക്ക് നോക്കി ദയനീയമായിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് ഉയർത്തുന്നു. എലിയുടെ ആ മനസ്സ് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഈ മഹാത്മാവ് തൻ്റെ തപസ്സിൻ്റെ ശക്തി കൊണ്ട് ഈ എലിയെ പിടിച്ച് പൂച്ചയാക്കി. അപ്പോൾ എലിയാരായി?
പൂച്ചയെ. അങ്ങനെ പൂച്ചയായിട്ട് നടക്കുമ്പോൾ മറ്റേ പൂച്ച അങ്ങനെ നോക്കുമ്പം അപ്പോഴീ പൂച്ചയ്ക്ക് പേടി, ഇവൻ എന്നെ എലിയായിട്ട് തന്നെ കാണുമോന്ന്. ഇവൻ പൂച്ചയുടെ ശരീരമാണെങ്കിലും മനസ്സപ്പോഴും എലിയ. അപ്പോഴേക്കും ഓടി വന്നോ മടിയിലിരിക്കും. ചോദിച്ചു, ഇപ്പം എന്താ നിൻ്റെ പ്രശ്നം? ആ പൂച്ചയ്ക്ക് എന്നെ വിലയില്ല. പൂച്ചയ്ക്ക് എന്നെ വില വരുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് വിഷമം വരുന്നത്. പട്ടിയെ കണ്ടാൽ അപ്പോഴേക്കും ഓടി വരും അകത്തേക്ക്, കാരണം എന്നെ കടിക്കുമോ ഇവനെപ്പോഴും മനസ്സിലായിട്ടുണ്ടോ ഞാൻ പൂച്ചയാണോ എന്നൊക്കെയുള്ള തോന്നലുണ്ടോയെന്നു. ഏതായാലും സന്യാസിയുടെ മടിയിൽ കയറിയിരുന്നു. സന്യാസിക്ക് ഉപദ്രവമായപ്പം സന്യാസി വിചാരിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇവനെ പട്ടിയാക്കി മാറ്റാമെന്ന്. അങ്ങനെ പട്ടിയായിട്ട് നടക്കുമ്പം പൂച്ച പഴയ മറ്റേ പൂച്ച ഉണ്ടല്ലോ, ഒരു നോട്ടം നോക്കുമ്പോഴേക്കും ഓടി വന്നു. കാരണം പട്ടിയായിരിക്കുമ്പോഴും ഇവന് തോന്നുന്നത് ഞാനൊരു എലി തന്നെയാണ്. അത് മാറിയിട്ടില്ല മനസ്സിൽ നിന്ന്. ഇങ്ങനെ ഓരോ പ്രാവശ്യം പട്ടിയായിട്ട് ഇദ്ദേഹത്തിൻ്റെ മടി കിടക്കുക വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി. ഇനിയിപ്പോൾ മടി കിടക്കരുത്, ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇവിടെ താൻ എന്നാലെങ്കിലും നേരെയാവട്ടെ എന്ന് കരുതി പുലിയാക്കി മാറ്റിയതിനെ. അങ്ങനെ പുലിയായിട്ട് അങ്ങനെ ആശ്രമത്തിൽ അങ്ങനെ നടക്കുന്ന സമയത്ത് അപ്പോഴും പൂച്ചയ്ക്ക് പേടിയുണ്ട്. എന്നാലും പൂച്ച കണ്ണിലേക്കൊരു നോട്ടം നോക്കും, പുലിയതാ ഓടി വരും ഈ മഹർഷിയുടെ മടിയിൽ. അപ്പോഴും പട്ടി ഒരു നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും ഓടി വന്നു മടി കിടന്നു. ഈ സന്യാസിക്ക് മധ്യേ സന്യാസി പറയാണ്, നിന്നെ ആരാക്കി മാറ്റിയാലും നിന്റെ മനസ്സൊരു എലി തന്നെയാണ്. മനസ്സ് മാറാതെ നിന്നെ ഒരു രൂപത്തിലും മാറ്റിയിട്ടും കാര്യമില്ല. ഇതുപോലെ നിങ്ങൾ ഏത് സിറ്റുവേഷനിലേക്ക് മാറിയാലും, ഏത് വീട് മാറിയാലും, എങ്ങനെയൊക്കെയുള്ള ജീവിത രീതി മാറിയാലും, നിങ്ങളുടെ മനസ്സ് മാറാത്തിടത്തോളം കാലം നിങ്ങളെ ഉയർത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. അപ്പം മനസ്സിനെ ഉയർത്തണമെങ്കിൽ പ്രാണനിലൂടെയും ഉയർത്താം, ചിന്തയിലൂടെയും ഉയർത്താം. അപ്പം അതുകൊണ്ട് പ്രാണൻ 5 വിഭജിക്കപ്പെടുന്നു. നമ്മൾ ശ്വസിക്കുന്ന വായു ഉണ്ടല്ലോ, ഇറ്റ് ഡിവൈഡഡ് ഇൻ ടു 5 പാർട്ട്. നിങ്ങൾ അമ്പലങ്ങളിലൊക്കെ തൊഴാൻ പോകുന്ന സമയത്ത് നിവേദ്യമൊക്കെ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ മുദ്രകൾ കാണിക്കണം.